സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവലോകമാതാവേ ശരണമയ്യപ്പ. മണികണ്ഠസ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ മൈലക്കോട്ടത്തമ്മന എം.എൻ. രജികുമാർ നീലകണ്ഠൻ നമ്പൂതിരി, മുൻ മാളികപ്പുറം മേൽശാന്തി. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് മകരസംക്രമ ദിവസമാണ്. സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് കടക്കുന്ന സമയം. ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് കടക്കുന്ന ദിവസം മകരസംക്രമം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഉത്സവമാണ്. ജനകോടികളുടെ മനസ്സിൽ ഭഗവാൻ അയ്യപ്പസ്വാമിയെ, ആ അയ്യപ്പസ്വാമിയുടെ ആ മകരവിളക്ക്, ആ മകരജ്യോതി ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ ജനലക്ഷങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്ന്, നാനാഭാഗങ്ങളിൽ നിന്ന് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുകയാണ് കലിയുഗവരതനായ അയ്യപ്പസ്വാമിയുടെ ആ ഉത്സവത്തിൽ പങ്കെടുക്കാൻ. എത്രയോ 41 നാൾ വ്രതം നോറ്റ് 60 നാൾ വ്രതം നോറ്റ് വരുന്ന ആൾക്കാരുണ്ട്. വ്രതം നോറ്റ് ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ച് ശരണമന്ത്രങ്ങൾ വിളിച്ച് എല്ലാം അയ്യപ്പസ്വാമിയെ മനസ്സിൽ വിചാരിച്ച് വരുന്ന ആ ജനങ്ങൾക്ക് മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ ആ ഭഗവാൻ ദർശനം, ജ്യോതിരൂപത്തിൽ ദർശനം കൊടുക്കുന്ന ദിവസമാണ് മകരസംക്രമം. ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ശബരിമല ശ്രീധർമ്മ ശാസ്താക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ് ഈ മകരജ്യോതി ദർശനം. മകരമാസം തുടങ്ങുന്ന മകരം 1-ാം തീയതിയാണ് ഈ ഉത്സവം നടക്കുന്നത്. അന്നേ ദിവസം അയ്യപ്പക്ഷേത്രത്തിലെ ആ ഭഗവാന്റെ ക്ഷേത്രത്തിൽ വളരെ വിശേഷാൽ പൂജകളും ഉത്സവങ്ങളും നടക്കുന്നുണ്ട്. വൈകുന്നേരം നടക്കുന്ന ആ ദീപാരാധന വളരെ വിശേഷമായ ദീപാരാധനയാണ് നടക്കുന്നത്. ദീപാരാധനയോടൊപ്പം പൊന്നമ്പലമേട്ടിൽ ആ മലയുടെ മുകളിൽ ഭഗവാനെ അവിടെയും ദീപാരാധന നടക്കുന്നു. അതാണ് മകര വിളക്കായിട്ട് കാണപ്പെടുന്നത്. ആ മകരവിളക്ക് നടക്കുന്നതിനൊപ്പം ആകാശത്ത് മകര നക്ഷത്രവും തെളിയുന്നു. ശബരിമലയെ ബന്ധപ്പെട്ട ഒരു ദിവ്യ അനുഭവമാണ്, അത്ഭുതമാണ് ഈ മകരവിളക്ക് ഉത്സവമായിട്ട് നടക്കുന്നത്. അന്ന് ഉത്തരായനത്തിൻ്റെ തുടക്കം കുറിച്ച്, ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിൻ്റെ തുടക്കം കുറിക്കുന്നു. ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് കടക്കുന്നു. ആ മകരസംക്രമ സമയത്ത് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങ അവിടെ അഭിഷേകം ചെയ്യും. അതുപോലെ അയ്യപ്പസ്വാമിയുടെ പിതൃസ്ഥാനീയത പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങൾ ഭഗവാനെ അന്ന് ചാർത്തി, ആ തിരുവാഭരണങ്ങൾ ചാർത്തിയിട്ടുള്ള ദീപാരാധനയും വിശേഷമായിട്ട് നടക്കും. അപ്പോൾ എന്തുകൊണ്ടും വിശേഷമായ ഒരു ദിവസമാണ് നാളെ. അതുപോലെ ദക്ഷിണായനത്തിൽ നിന്ന് ദേവന്മാർ ഉറങ്ങുന്ന സമയമാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. ഉറക്കം വിട്ട് ഉണരുന്ന ഒരു സമയമാണ് ഉത്തരായനം. ആ ഉത്തരായനത്തിൽ കടക്കുമ്പോൾ ഉത്തരായനത്തിൻ്റെ സമയങ്ങളിലാണ് ക്ഷേത്രങ്ങളിലും മറ്റും ഉത്സവങ്ങളെല്ലാം നടക്കുന്നത്, പ്രതിഷ്ഠകൾ നടക്കുന്നത് ഒക്കെ ഉത്തരായന കാലത്താണ്. എന്തുകൊണ്ടും വിശേഷമായ ഒരു ദിവസമാണ് ഈ മകരസംക്രമ ദിവസം. എല്ലാം കൊണ്ടും നമുക്ക് പുതിയ തുടക്കത്തിനും പുതിയ മാറ്റങ്ങൾക്കുമൊക്കെ ഈ ഒരു ദിവസം വളരെ പ്രധാനമാണ് എല്ലാവർക്കും. അതുകൊണ്ട് മകരസംക്രാന്തി ആശംസകളും പൊങ്കൽ ആശംസകളും നേരുന്നു. ഇന്നേക്ക് മകരസംക്രമ ദിനം. ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് കടക്കുന്ന ഒരു ദിനം. ധനുരാശി വിട്ട് സൂര്യൻ മകരരാശിയിലേക്ക് പോണ സംക്രമ സമയം. ശബരിമലയെ வச்சு பார்க்கும்போது எத்தனையோ பக்தர் பார்க்கறதுக்கு அந்த ஐயப்ப சுவாமியை ஜோதி ரூபத்தில் பார்க்கறதுக்கு இந்த உலகத்துக்கு எல்லா இடத்துல நிന്നും ശബരിമലയിൽ വരും ദിനം. അന്നേക്ക് அந்த സംക്രമ ദിനത്തിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന அந்த தேங்காயுள்ள நெய் எடுத்து அபிஷேகம் பண்ணிடுவாங்க. ஐயப்பனுக்கு பந்தளம் கொட்டாரத்தில் வந்து கொண்டு வந்த அந்த திருவாபரணம் சார்த்தி தீபாராதனை செய்வாங்க. அந்த தீபாராதனை சமயத்தில் பொன்னம்பலமேட்டிலையும் தீபாராதனை நடக்குவாங்க. அந்த ஜோதி தரிசனம் நடக்குவாங்க. அதே மாதிரி ஆகாசத்தில் நட்சத்திரம் தெளிவாங்க. இந்த ശബരിമലയെ സംബന്ധിച്ച് ரொம்ப വിശേഷமான ദിനം. ശബരിമലയ്ക്ക് ഉത്സവം ரொம்ப വിശേഷமான ഒരു ദിനം തായത്. இந்த உலகத்துக்குள்ள എല്ലാ ആക്കളുടെയും എല്ലാ സ്വാമിമാരുടെയും മനസ്സിൽ ഒരേ ഒരു അയ്യപ്പ സ്വാമിയുടെ മനസ്സിൽ നനച്ച് എത്രയോ സ്വാമിമാർ ശബരിമലയ്ക്ക് വന്നിട്ടേ ഇருக்கு.
അത് എല്ലാ സ്വാമിമാർക്കും ഭഗവാൻ ജ്യോതിരൂപത്തിലെ ദർശനം കൊടുക്കരുത്. അതിനാലേ എല്ലാവിധത്തിലെയും വിശേഷമാണ് ഒന്ന് இந்த மகர சங்கிரம தினம். உத்தராயணத்தில் தான் கோயில்கள் எல்லாம் உற்சவங்கள் நடக்கிறது, கோயில் பிரதிஷ்டைகள் எல்லாம் நடக்கிறது. தேவர்கள் தட்சிணாயனத்தில் தூங்கிடுவான்னு சொல்லுவாங்க, உத்தராயணத்தில் உணர்ந்திருக்குவா எலும்பிடுന്ന ടൈം அவங்க உணர்ந்திருக்கிற ടൈം എന്ന് சொல்கிறது. அதனால எந்தமான விசேஷமான ஒரு ടൈം இந்த உத்தராயணம் தொடங்கின ടൈം. அதனால நாளைக்கு எல்லாரும் நல்லபடியாக வீட்டில் எல்லாம் பிரார்த்தனை பண்ணி நெய்தீபம் எல்லாம் ஏற்றி நல்லா பிரார்த்தனை பண்ண வேண்டிய தினம்தான் நாளைக்கு. அதே மாதிரி எல்லாருக்கும் நல்ல பொங்கல் வாழ்த்துக்களும் சொல்கிறது. சுவாமியே சரணம். எல்லாருக்கும் பொங்கல் வாழ்த்துக்கள், संक्रांति आशंसകൾ. आज तो मकर संक्रांति दिन है. शबरीमला में बहुत बड़ा त्यौहार है. ये दक्षिणायन से उत्तरायण तक चलते हैं, आज चलते हैं. और धनु राशि से मकर राशि तो सूर्य भगवान आदित्य भगवान चलते हैं. ये तो संक्रमण बोलते हैं. ये संक्रमण टाइम में तिरुविदांगूर राजा की तरह एक नई नारियल में नई भरकर देते हैं. वो तो भगवान को अभिषेक करते हैं. और पंदलम से रखते हैं आभरण सब, ऑर्नामेंट सब, और डालकर भगवान को बहुत बड़ा आराधना, दीप आराधना चलते हैं. उसी टाइम में पुन्नम्बल मेड़ में भगवान को दीपाराधना चलते हैं. वो है मकर ज्योति. उसी तरह में आकाश में, आसमान में नक्षत्र आता है. शबरीमला के बारे में बहुत बड़ा उत्सव है, बहुत बड़ा. सारे दुनिया के सभी तरह से स्वामियों ने ये भगवान को ज्योति रूप में दर्शन मिलने के लिए आता है. बहुत बड़ा विशेष टाइम है ये. उत्तरायण तो मंदिरों सब में उत्सव के टाइम है, प्रतिष्ठा की सब टाइम है. दक्षिणायन में देवताओं ने नींद है, वो उत्तरायण में वो उठकर रहने टाइम है, उत्तरायण बोलते हैं. इसलिए बहुत विशेष टाइम है. इसलिए हम कल हमारा घर में नैदीप जलाकर प्रार्थना करके भगवान को अच्छा दिन के लिए, हमको अच्छा दिन आने के, अजय विजय आने के लिए प्रार्थना करना है कल. स्वामी शरणमय्यप्पा, मालिकापुरम देवी शरणमय्यप्पा. सभी आदमियों को पोंगल आशंस देते हैं और मकर संक्रांति आशंस भी.